ഹലോ എവരി വൺ 2025 കീം എക്സാമിന് വന്ന കെമിക്കൽ കൈനറ്റിക്സിലെ ഒരു അടിപൊളി ചോദ്യമാണ് നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 75% കംപ്ലീറ്റഡ് ഇൻ 6000 സെക്കൻഡ്സ്. വാട്ട് ഈസ് എ ഹാഫ് ലൈഫ്? അപ്പോൾ ഈ ചോദ്യം ചിലപ്പോൾ ഫസ്റ്റ് ഓർഡറിൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ ഇക്വേഷൻ ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ ഒക്കെ ഉപയോഗിക്കണം എന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു സിമ്പിൾ ട്രിക്ക് വഴി നമുക്ക് ഈ ചോദ്യം ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷനെ സംബന്ധിച്ച് ഇനിഷ്യലി 100 യൂണിറ്റ് റിയാക്ടൻ്റ് ഉണ്ട് എന്നിരിക്കട്ടെ. ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോഴത്തേക്കും ബാക്കി എത്ര യൂണിറ്റ് ആയിരിക്കും റിയാക്ടൻ്റ് ബാക്കി ഉണ്ടാവുക? 50 യൂണിറ്റ് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. 50 യൂണിറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 50% കംപ്ലീറ്റ് ആയി എന്നാണ്. ഓക്കെ, ഒരു ഹാഫ് ലൈഫ് കൂടെ കഴിഞ്ഞു എന്നിരിക്കട്ടെ. അപ്പോൾ എത്ര ബാക്കി ഉണ്ടാവും? 25 യൂണിറ്റ് റിയാക്ടൻ്റേ ബാക്കി ഉണ്ടാവുള്ളൂ. അതിൻ്റെ അർത്ഥം 75% കംപ്ലീറ്റ് ആയി എന്നാണ്. അപ്പം നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടൈം റിക്വയർഡ് ഫോർ 75% എന്ന് പറയുന്നത് 2 ടൈംസ് ടി ഹാഫ് അല്ലേ നോക്കി. ഹാഫ് ലൈഫ് 2 തവണ ആവുന്ന സമയത്ത് നമ്മുടെ റിയാക്ഷൻ 75% കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ 2 ടൈം ടി ഹാഫിൻ്റെ വാല്യൂ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. എത്ര? 6000 സെക്കൻഡ്സ്. അപ്പോൾ ഹാഫ് ലൈഫിൻ്റെ വാല്യൂ എത്ര വരും? ഹാഫ് ലൈഫ് വിൽ ബി ജസ്റ്റ് 3000 സെക്കൻഡ്സ്. ഇനി നമ്മുടെ ഓപ്ഷൻസിനകത്ത് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്സിന് പകരം അവർ മിനിറ്റിലേക്കാണ് നമ്മുടെ വാല്യൂസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. സെക്കൻഡിനെ മിനിറ്റിലേക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 60 ചെയ്യണം. സോ 3000 ബൈ 60 ദാറ്റ് വിൽ ബി 50 മിനിറ്റ്. നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും വരിക? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കുകളും ഒക്കെയാണ് നമ്മുടെ XPL പ്രോഗ്രാമിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുക. ഇനി ആരെങ്കിലും നമ്മുടെ XPL കീം പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ലൈവ് സെഷനിൽ കാണാം. ഓൾ ദ വെരി ബെസ്റ്റ്.